ഞാൻ എൻ്റെ ജനതയെ അറിയണം. അതുകൊണ്ട് എൻ്റെ രൂപതയിലുള്ള എല്ലാ ഇടവകകളും 6 മാസം കൊണ്ട് ഞാൻ യാത്ര ചെയ്ത് എല്ലാ ഇടവകകളും പോയി. ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ എൻ്റെ രൂപതയിൽ മാത്രം ഞാൻ സഞ്ചരിച്ച് ആളുകളുമായിട്ട് ഇടവഴി പോകുന്നു. ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഐ എം കോൾഡ് ടു ലിവ് മൈ ലൈഫ് ആസ് എ ക്രെഡിബിൾ വിറ്റ്നസ് ഓഫ് ജീസസ് ടു ദ പീപ്പിൾ. ഇന്ന് നമ്മോട് കൂടെയുള്ളത് അരുണാചൽ പ്രദേശിലുള്ള ഇറ്റാനഗർ രൂപതയുടെ മെത്രാൻ മാർ ബെന്നി എടത്തട്ടേൽ പിതാവാണ്. പിതാവേ, ഷാലോം ന്യൂസിലേക്ക് സ്വാഗതം. പിതാവിന് ഇത്രയും കാലത്തെ മിഷൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു നിമിഷം ഏതായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവം, ഞാൻ വിദേശത്ത് പഠിക്കുന്ന അവസരത്തിൽ ഞാൻ വലിയ ഒരു ഇടവകയിലാണ് സേവനമനുഷ്ഠിച്ചത്. ഏകദേശം 99,000 കത്തോലിക്കരുള്ള ഒരു ഇടവകയിൽ, ഫിലിപ്പീൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഒരു അമ്മിച്ചി കൊണ്ടുവന്ന് എനിക്ക് 100 രൂപ കൊണ്ടുവന്ന് തന്നു. അതെന്നെ ഒത്തിരി ടച്ച് ചെയ്തൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ 1 വർഷക്കാലം ഈ അമ്മച്ചിയെ എൻ്റെ പള്ളിയുടെ വാതിക്കൽ പിഷ അയച്ചിരിക്കുന്ന അമ്മച്ചിയാണ് കാണുവാനായിട്ട് എനിക്ക് സാധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കോളേജിൽ പോകുന്ന അവസരത്തിൽ ഇടയ്ക്കൊക്കെ 5ഉം 10ഉം പൈസയൊക്കെ ഞാനും ഇടും, അമ്മച്ചിക്ക് കൊടുക്കും. പക്ഷേ എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഈ അമ്മച്ചി വന്ന കുർബാന കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഒരു 100 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് ഞാൻ അച്ഛന് വേണ്ടി 1 വർഷക്കാലം ഞാൻ ശേഖരിച്ച പൈസയാണ്. ഞാൻ ആ പൈസ ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ അമ്മച്ചി പറഞ്ഞു, അച്ഛാ, ഇത് ഞാൻ 1 വർഷം അച്ഛന് വേണ്ടി എൻ്റെ കൊച്ചു ചില്ലിക്കാശുകൾ ഞാൻ ശേഖരിച്ചു വെച്ചത് അച്ഛൻ്റെ ജന്മദിനത്തിന് തരുവാനായിട്ടാണ്. ഞാൻ ആ അമ്മയുടെ ആ സ്വരം കേട്ടപ്പോൾ ഞാൻ ആ 100 രൂപ വാങ്ങിച്ചു. ഞാൻ അടുക്കളയിൽ പോയി 2 ബ്രെഡ് കൊണ്ട് ഈ അമ്മച്ചിക്ക് കൊടുത്തു. എന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഈ 2 ബ്രെഡും കാപ്പിയും കുടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛാ, എനിക്ക് 1 ബ്രെഡ് മതി, 1 കപ്പ് കാപ്പി മതി. അത് കുടിച്ചിട്ട് അമ്മച്ചി പോയി. അന്നാണ് ആ അമ്മച്ചിനെ ലാസ്റ്റായിട്ട് ഞാൻ എൻ്റെ ഇടവകയിൽ കാണുന്നത്. അന്നു മുതൽ ഈ പാവപ്പെട്ടവരോട് എനിക്ക് പ്രത്യേക ഒരു ആകർഷണമാണ്. കാരണം ഈ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ഈ ചില്ലിക്കാശുകളിൽ നിന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എൻ്റെ കണ്ണുകളിൽ കൂടി കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കാരണം ആ അമ്മച്ചിയെ ഞാൻ അന്ന് വരെ ഞാൻ കണ്ടിരുന്നത് ഒരു ഭിക്ഷക്കാരിയായിട്ടായിരുന്നു. പക്ഷെ അന്ന് മുതൽ ആ അമ്മച്ചിയെ ഭിക്ഷക്കാരിയായിട്ടല്ല ഞാൻ കണ്ടത്. ഏത് ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ കണ്ടുമുട്ടുമ്പോഴും ആ ബുദ്ധിമുട്ടുകളിൽ എനിക്കും പങ്കുചേരുവാനായിട്ട് സാധിക്കും. അതായിരുന്നു എന്നെ ഏറ്റവും ഹാർട്ട് ടച്ചിങ് മൊമെൻ്റ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. പിതാവ് അച്ഛനായിരുന്നപ്പോൾ നാഗാലാൻഡിലുള്ള കൊഹിമയിലായിരുന്നു. പിന്നീട് മെത്രാനായപ്പോൾ അരുണാചൽ പ്രദേശിലുള്ള ഇറ്റാനഗറിലായിരുന്നു. അപ്പം ഈ വൈദികനിൽ നിന്ന് മെത്രാനായപ്പോൾ ഈ മിഷൻ പ്രവർത്തനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? ഞാൻ നാഗാലാൻഡിലുള്ള കൊഹിമ രൂപതയിൽ 26 വർഷം ഒരു വൈദികനായിട്ട് സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അരുണാചലിലുള്ള ഇറ്റാനഗർ എന്ന രൂപതയിലേക്ക് പോകുവാനായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ ഒരു അനുസരണയോടുകൂടി ഇറ്റാനഗറിലോട്ട് കടന്നു ചെന്നു. ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ എൻ്റെ ജനതയെ അറിയണം. അതുകൊണ്ട് എൻ്റെ രൂപതയിലുള്ള എല്ലാ ഇടവകകളും 6 മാസം കൊണ്ട് ഞാൻ യാത്ര ചെയ്ത് എല്ലാ ഇടവകകളും പോയി. എൻ്റെ രൂപതയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്തണമെങ്കിൽ 5 ദിവസത്തെ യാത്രയാണ്. പക്ഷേ ഈ 5 ദിവസം യാത്ര ചെയ്താലും എനിക്ക് അത്ര മടുപ്പൊന്നും തോന്നുകയില്ല. കാരണം ആളുകളെ അറിയുവാനും ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമായിട്ടാണ് യേശു എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ നാഗാലാൻഡിൽ ഒരു വൈദികനായിരുന്നപ്പോൾ എൻ്റെ മിഷൻ പ്രവർത്തനം ഒരു ഇടവകയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു. ഇന്ന് ഇറ്റാനഗർ എന്ന രൂപതയിൽ ഒരു മെത്രാൻ എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ഒരു ഇടവകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവൃത്തിയല്ല ഒരു പിതാവിൻ്റേത്. പക്ഷേ ആ രൂപതയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ഇടവകകളും പറ്റുമെങ്കിൽ എല്ലാ ഗ്രാമങ്ങളും പോയി സന്ദർശിക്കുക, ആളുകളെ കാണുക, അവർക്ക് ഉത്തേജനം നൽകുക, അവരോടൊത്ത് പ്രാർത്ഥിക്കുക, അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്ന ഒരു ദൗത്യം ഒരു
മെത്രാൻ എന്ന നിലയിൽ അത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ആ കാര്യം ചെയ്യുവാനായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിൽ കഴിയുന്നത്ര രീതിയിൽ ഞാൻ എല്ലാ ഗ്രാമങ്ങളും സന്ദർശിക്കുന്നു. ഈ 2.5 വർഷക്കാല അളവിൽ ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ എൻ്റെ രൂപതയിൽ മാത്രം ഞാൻ സഞ്ചരിച്ച് ആളുകളുമായിട്ട് ഇടപഴകി പോകുന്നു. അപ്പോൾ ഡേവിഡ് ചോദിച്ച ആ ചോദ്യം പ്രസക്തമാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ ഇടവകയിൽ ഒതുങ്ങി നിൽക്കുന്നു, ഒരു മെത്രാൻ എന്ന നിലയിൽ ഒരു രൂപത മൊത്തം നിൽക്കുന്നു. പിതാവ് വൈദികനായിട്ടും പിതാവായിട്ടും സേവനം അനുഷ്ഠിച്ചപ്പോൾ എന്തെല്ലാം ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തത്? ഇപ്പം കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഫോഴ്സ്ഡ് കൺവേർഷൻസ് ഒക്കെ മീഡിയാസ് പറയുന്നുണ്ട്. അതൊന്ന് ശാലോം ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഞാൻ ഒരു മിഷണറി ആകുന്നത് ദൈവത്തെ അറിയുവാനും ദൈവത്തെ അറിയിക്കുവാനുമായിട്ട് ആണ് ഞാൻ ഒരു മിഷണറി വൈദികനായി നോർത്ത് ഈസ്റ്റിലോട്ട് കടന്നു ചെല്ലുന്നത്. പല മാധ്യമങ്ങളും നമുക്ക് എതിരായിട്ട് ചില ആളുകളൊക്കെ പറയും നാം ഫോഴ്സ്ഡ് കൺവേർഷൻ നടത്തുന്നു എന്ന്. ഒരിക്കലും ഒരു ഫോഴ്സ്ഡ് കൺവേർഷൻ നമ്മൾ നടത്തുന്നില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ്. ആരും നമ്മളെ ഫോഴ്സ്ഡ് കൺവേർഷനിലോട്ട് നമ്മളെ നയിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ എന്നെ അനുകരിച്ച് സാൻമാർഗികമായ ഒരു നല്ല ജീവിതത്തിൽ കൂടി നയിക്കുമ്പോഴാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ പറയുന്ന കേട്ടുകൊണ്ട് അത് മാത്രം കേട്ടാൽ നമ്മളുടെ ഒരു ജീവിതം ധന്യമാകുന്നില്ല. ഒരു ഫോഴ്സ്ഡ് കൺവേർഷൻ ഇല്ല, കാരണം മതപരിവർത്തനമില്ല. പക്ഷെ ഞാൻ എൻ്റെ സഭയെക്കുറിച്ച് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. സ്വീകരിക്കണമോ സ്വീകരിക്കേണ്ടതോ ഇല്ലെന്ന് ഇത് ശ്രവിക്കുന്ന ആളുകളുടെ കടമയാണ്. പക്ഷേ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഐ എം കോൾഡ് ടു ലിവ് മൈ ലൈഫ് ആസ് എ ക്രെഡിബിൾ വിറ്റ്നസ് ഓഫ് ജീസസ് ടു ദ പീപ്പിൾ. പിതാവേ, ഫിയാത്ത് മിഷന് എങ്ങനെയാണ് ഇറ്റാനഗർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഈ ഫിയാത്ത് മിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, കുറേ അൽമേയ പ്രേക്ഷിതരുടെ കൂട്ടായ്മയിൽ കൂടി വളരുന്ന ഒരു സംഗമമാണ് ഫിയാത്ത് എന്ന ഈ മിഷൻ പ്രവർത്തനം. മിസ്റ്റർ സീഡ്ലി എന്ന് പറയുന്ന വ്യക്തി പ്രാർത്ഥിച്ച് ദൈവത്തെങ്കിലേക്ക് അടുക്കുകയും ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുകയും അതോടനുബന്ധിച്ച് എങ്ങനെ ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. 7 വർഷ കാലയളവിൽ എത്രയോ ജനങ്ങളിലേക്ക് ദൈവവചനം എത്തിക്കുവാനായിട്ട് സാധിച്ചു എന്ന് നമുക്കറിയാം. ഇപ്പോൾ 27 ഭാഷകളിൽ ദൈവവചനം അച്ചടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. ഇതൊരു പുണ്യപ്രവൃത്തിയാണ്. ഫിയാത്ത് മിഷനിലുള്ള എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഞാൻ അനുമോദിക്കുന്നു. കാരണം ഈ ഫിയാത്ത് മിഷൻ വഴി യേശുവിനെ അറിഞ്ഞ ഒത്തിരി മക്കളുണ്ട്, ഇനിയും അറിയണം. ഇങ്ങനെ നമ്മളുടെ ഇടയിൽ നിന്ന്, നമ്മളുടെ നാട്ടിൽ നിന്ന്, നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് യേശുവിനെ പറഞ്ഞു കൊടുക്കുവാനായിട്ട്, യേശുവിനെ മറ്റുള്ളവർക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്ന പല മാധ്യമങ്ങളും നമ്മളുടെ ഇടയിലുണ്ട്. ഫിയാത്ത് മിഷൻ ഇങ്ങനെ ഒരു മാധ്യമം തിരഞ്ഞെടുത്തിരിക്കുന്നു. ബൈബിൾ മുഖേന യേശുവിനെ അറിയിക്കുക, വചനങ്ങൾ പറഞ്ഞ് ദൈവത്തെ അറിയിക്കുക, പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ ഫിയാത്ത് മിഷന് എൻ്റെ എല്ലാ അനുമോദനങ്ങളും നേർന്നുകൊള്ളുന്നു. ഇറ്റാനഗർ രൂപതയുടെ ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളുടെ ശാലോം ന്യൂസ് പ്രേക്ഷകരോട് ചെറുതായിട്ടൊന്ന് പറയാം. ഇറ്റാനഗർ രൂപത സ്ഥാപിതമായിട്ട് വെറും 20 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ അടുത്ത കാലയളവിൽ ഞങ്ങളുടെ രൂപതയിലുള്ള ഡയസിസൻ പാസ്റ്ററൽ കൗൺസിൽ ഞങ്ങൾ കൂടിയുണ്ടായി. മാർച്ച് മാസം 25, 26 തീയതികളിൽ ആയിരുന്നു. ഏകദേശം ഞങ്ങൾ 250ഓളം വൈദികരും സമർപ്പിതരും അൽമേയരും ഒന്നിച്ചു കൂടി ഞങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരഞ്ഞെടുത്ത കുറേ തീരുമാനങ്ങളുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന 5 വർഷക്കാലം ഞങ്ങളുടെ വിശ്വാസത്തിൽ ദൃഢപ്പെടുത്തുക, യുവജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, നമ്മളുടെ ദേവാലയങ്ങൾ നല്ല രീതിയിൽ പണിതു കൊടുക്കുക, സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആളുകളിലോട്ട് എത്തിക്കുക, വിദ്യാഭ്യാസപരമായും ആരോഗ്യപര മേഖലകളിലും സോഷ്യൽ സർവീസ് ഏരിയകളിലും
എങ്ങനെ ഇറ്റാനഗർ രൂപതയ്ക്ക് ചെയ്യുവാൻ സാധിക്കുമോ ഞങ്ങൾ അത് ചെയ്യുവാനായിട്ടാണ് ഞങ്ങൾ തയ്യാറാകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. ഈ വർഷം 2026 ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഒരു 5 വർഷത്തെ പ്ലാൻ ഞങ്ങളുടെ രൂപയ്ക്ക് ഞങ്ങൾ തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങളിൽ കഴിയുന്ന രീതിയിൽ ആളുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, വിശ്വാസത്തിൽ വളർത്തുക, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതം മുൻപോട്ട് നയിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നത്. പിതാവേ, പിതാവിൻ്റെ ഒരു മിഷൻ അനുഭവം പറയാമോ? ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഗ്രാമം സന്ദർശിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ആ ഗ്രാമത്തിൽ സന്ദർശിക്കുന്ന അരമനയിൽ നിന്ന് ഒരു ദിവസം എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യണം. ഒരു ദിവസം യാത്ര ചെയ്തിട്ട് അവിടെ ചെന്ന് ഒരു ഗ്രാമത്തിൽ തങ്ങണം. പിറ്റേ ദിവസം അവിടെ നിന്ന് യാത്ര തിരിച്ച് സരളി എന്ന് പറയുന്ന ഗ്രാമമായിരുന്നു അത്. സരളിയിൽ നിന്ന് ദാമിൻ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. എൻ്റെ വണ്ടിയിൽ 2-3 അൽമേരുണ്ട്, ഒരച്ഛനുണ്ട്, ഒരു സിസ്റ്ററുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഒരു വലിയ ഒരു മലയുടെ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ആ വണ്ടിയിലിരുന്ന അമ്മച്ചി പറഞ്ഞു, പിതാവേ വണ്ടി ഇവിടെ നിർത്തുക. ഞാൻ ഉടനെ വണ്ടി നിർത്തി. അമ്മച്ചി അങ്ങ് കരയാൻ തുടങ്ങി. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്താ ഈ കരയുന്നത്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, പിതാവേ 25 വർഷം മുൻപ് ഞാൻ ഒരു കൊച്ചായിരുന്നപ്പോൾ ഈ റോഡിൽ കൂടി എന്നെ എടുത്തുകൊണ്ട് പോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ബ്രദർ പ്രേം ഭായ്. 1981 മുതൽ 2008 വരെ മിഷൻ പ്രവർത്തനം ചെയ്ത മഹത്തായ ഒരു വ്യക്തിയാണ് ബ്രദർ പ്രേം ഭായ്. പ്രേം ഭായ് പോകാത്ത ഗ്രാമങ്ങളില്ല. അദ്ദേഹം തന്നെ ഏകദേശം 30,000 ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ആണ് അറിയുവാൻ സാധിച്ചത്. ഏകദേശം 60,000 കിലോമീറ്റർ കാൽനടയായി ഓരോ ഗ്രാമങ്ങളിലും നടന്ന് ക്രിസ്തുവിനെ അറിയിച്ച വ്യക്തിയാണ് പ്രേം ഭായ്. ആ അമ്മച്ചി കരയുന്ന ഞാൻ ചോദിച്ചപ്പോൾ അമ്മച്ചി പറയുന്നത്, പ്രേം ഭായ് എന്നെയും കൊണ്ട് ഞാൻ 11 വയസ്സുള്ളപ്പോൾ എന്നെ ചുമന്നുകൊണ്ടാണ് പോയത്. എനിക്ക് നടക്കുവാനായിട്ട് സാധിച്ചില്ല. ഇന്ന് ആ അമ്മച്ചിക്ക് ഏകദേശം 45-50 വയസ്സുണ്ട്. അമ്മച്ചി പറയുക, 11 വയസ്സായപ്പോൾ എനിക്ക് നടക്കുവാൻ പോലും സാധിക്കാതിരുന്ന സമയത്ത് ആ ബ്രദർ എന്നെ ചുമന്നുകൊണ്ടുപോയി. ഇന്ന് ഈ സെയിം റോഡിൽ കൂടെ വന്നപ്പോൾ ആ മനസ്സിലോട്ട് ആ അനുഭവം മനസ്സിൽ വന്നു. അതാ പിതാവെ ഞാൻ കരഞ്ഞു പോയത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്ക് ചെയ്ത്. ഇങ്ങനെ നമ്മളുടെ കൊച്ചു നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ ഒത്തിരി ഏറെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്ന്. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മെ എല്ലാവരെയും യേശു തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാമോദീസ എന്ന കൂദാശ വഴി നാം യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നാം എല്ലാവർക്കും യേശുവിനെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാമത്തെ തിരുവചനങ്ങൾ നാം കേൾക്കുന്നത്, ഗോ ഔട്ട് ഇൻ ടു ദ ഹോൾ വേൾഡ് ആൻഡ് പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ആൻഡ് ബപ്റ്റൈസ് ദം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. അതൊരു മാൻഡേറ്റ് ആണ്. യേശു തന്നിരിക്കുന്ന ഒരു മാൻഡേറ്റ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു അവകാശമാണ്. പോവുക, എല്ലാവരെയും അറിയിക്കുക, സുവിശേഷം അറിയിക്കുക, എല്ലാവരെയും യേശുവിലേക്ക് നയിക്കുക, ആനയിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് നടക്കുക. അതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത്.